സ്നേഹമുള്ളവരെയും നമ്മൾ എടൂര് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന്റെ പരിസരത്താണ്. ഇവിടെ ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ മുതൽ മഴയുണ്ടായിരുന്നു. നല്ല മഴയാണ്, ഇപ്പോഴും ചെറുതായിട്ട് മഴയുണ്ട്. പക്ഷേ ആൾക്കാരൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എല്ലാവരും ഒന്നും വിട്ടുപോകാതെ ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ ആൾക്കാരുണ്ട്. പുറത്ത് കരുതിയിരുന്ന പന്തൽ, മഴ നനയാതിരുന്ന പന്തലും കഴിഞ്ഞ് അതിനും കവിഞ്ഞ് ആൾക്കാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് വൈദികരും സിസ്റ്റേഴ്സും അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ഈ മഴയത്തും മഴ കുടയ്ക്ക് കീഴെ നിന്നുകൊണ്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ശുശ്രൂഷ. കാരണം അച്ഛനോടുള്ള ആ സ്നേഹമാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാ വൈദികരും ഓരോരുത്തരും ഇങ്ങനെ ആ കുടച്ചൂടി നിന്നുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഇല്ലാതെ അവർ ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ജെൻസച്ചൻ ഇവരുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം തങ്ങി നിന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും സാഹചര്യങ്ങളിലും നമുക്ക് അവരുടെ അടുക്കിലേക്കൊക്കെ നീങ്ങാം. അവിടെ കുടച്ചൂടിക്കൊണ്ടിരിക്കുന്ന വൈദികരുണ്ട്. നമുക്ക് ഈ അച്ഛനോടൊന്ന് ചോദിക്കാം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അച്ഛനാണ്. കൂടെ വർക്ക് ചെയ്തിരുന്നതാണല്ലേ? അച്ഛൻ്റെ ഓർമ്മയൊന്ന് പറയാമോ? അച്ഛൻ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. പലർക്കും അവർക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നത് അത്രമാത്രം ബന്ധമുള്ള ഒരു വൈദികനായിരുന്നു എന്നുള്ളത് തെളിവാണ്. നോക്കുക, അച്ഛൻ കുറേ സമയമല്ല ഇങ്ങനെ കുടച്ചൂട് നിൽക്കുന്നു. എന്താണ് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഇത്രയും പള്ളിക്കകത്തിടയില്ല, പന്തലിൽ കവിഞ്ഞും പുറത്തും നിൽക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ എന്താണ് അച്ഛാ ഇങ്ങനെ ഇതിൽ നിൽക്കുന്നതിന്റെ പ്രചോദനം? ഷിൻസച്ചൻ്റെ അടക്കിനെ ഞങ്ങളെല്ലാവരും വന്നപ്പോഴേക്കും ഇവിടെ മുഴുവൻ ജനനിമിട്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തു നിന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ബാക്കി പലരും ഇവിടെ അച്ഛൻ വന്നത് മാണ്ഡ്യയിൽ നിന്നാണ്. അപ്പം ദൂരദേശങ്ങളിൽ നിന്ന് പലരും അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ ഇതൊരു ഉദാഹരണമായ നമുക്ക് എല്ലാവർക്കും താങ്ങാൻ പറ്റാത്തൊരു ആകസ്മികമായ നിര്യാണമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കത് വളരെ വേദനാജനകമാണ്. ഈ സമയത്ത് ഞങ്ങളും ഇവിടെ അടുത്താണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ജിൽസച്ചനായിട്ട് നേരത്തെ മുതൽ പരിചയമുണ്ടായിരുന്നു? അച്ഛനായപ്പോൾ മുതൽ വളരെ സ്നേഹം നിറഞ്ഞ അച്ഛൻ, എല്ലാവരോടും നല്ല സൗഹൃദം. ഞങ്ങളുടെ വൈദിക കൂട്ടായ്മയുടെ ഒരു വലിയ നഷ്ടമാണ് ഷിൻസച്ചൻ്റെ വേർപാട്. അതിൽ ഞങ്ങളെല്ലാവരും ദുഃഖിതരാണ്. എങ്കിലും ഷിൻസച്ചനോടൊപ്പം അവസാന നിമിഷങ്ങളിലായിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിരിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഹൃദയം നുറങ്ങുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ ഓരോരുത്തരുടെ അടുക്കൽ ചെല്ലുമ്പോഴും. അവരിങ്ങനെ ഈ കുടയുടെ കീഴിലൊക്കെ നിൽക്കുമ്പം നമുക്ക് അവർ കാണാൻ സാധിക്കുന്നു. അച്ഛൻ കുറേ സമയമായി ഇങ്ങനെ ഈ കുടയുടെ കീഴിൽ വളരെ വികാരഭരിതനായി തന്നെ നിൽക്കുന്നു. എന്താണ് അച്ഛൻ്റെ മനസ്സിലുള്ള ഓർമ്മകൾ? ജിൽസച്ചനെ കുറിച്ച് ഓർക്കുന്നെങ്കിൽ ഒന്ന് പറയാം. ഞാൻ ശരിക്കും തലശ്ശേരിക്കാരൻ അച്ഛനല്ല, എന്നാലും എനിക്ക് അച്ഛനുമായിട്ടുള്ള പരിചയം കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ളതാണ്. ആ ഒരു 1.5 വർഷം കൊണ്ട് അച്ഛൻ്റെ ചിരിയും സൗമ്യമായ പെരുമാറ്റവും എപ്പോഴും ഫോണിൽ കൂടെയുള്ള ബന്ധങ്ങളും അതൊരിക്കലും മറക്കാൻ പറ്റിയില്ല. പെട്ടെന്നുള്ള അച്ഛൻ്റെ ഈ മരണം അത് ഹൃദയത്തിൽ കൃത്യമായിട്ടും പതിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനയോടെ അച്ഛൻ്റെ ആത്മാവിനെ സ്വർഗത്തിലോട്ട് സമർപ്പിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ രൂപതയിൽ നിന്ന് മാത്രമല്ല, പുറമേയിൽ നിന്നും ഉള്ള വൈദികർ നമ്മളോട് ചേരുകയാണ്. ഈ ദേവാലയമുറ്റം നിറച്ച് ദേവാലയത്തിനകം നിറഞ്ഞു കവിഞ്ഞ് ഒരുക്കിയിരിക്കുന്ന പന്തലും കഴിഞ്ഞ് ജനങ്ങളിങ്ങനെ ഈ പള്ളിമുറ്റത്ത് ഇത്രയും സമയം വരെ കോരിച്ചൊരിയുന്ന മഴയുണ്ടായിരുന്നു. ആ മഴ പോലും വകവയ്ക്കാതെ ജനങ്ങൾ നിന്ന് വിതുമ്പുന്ന മനസ്സോടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെയൊക്കെ കാണുവാൻ സാധിച്ചിരുന്നത്. അത്രമാത്രം ജനങ്ങൾ, ഇത്രമാത്രം ആൾക്കാർ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ഈ നമ്മുടെ സ്നേഹനിധിയായ ആ സഹോദരന്റെ വേർപാടിൽ ദുഃഖിതരായി ആ അന്ത്യചുംബനം അർപ്പിക്കുവാനും അന്ത്യോപചാരം അർപ്പിക്കുവാനും വേണ്ടിയുള്ള അക്ഷമരായി കാത്തു നിൽക്കുന്ന ജനാവലിയാണ് ഈ പള്ളിമുറ്റം നിറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ജിൻസച്ചൻ ഇവരുടെയൊക്കെ ഹൃദയങ്ങളിൽ എത്രമാത്രം സ്ഥാനം പിടിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ വിശുദ്ധ ബലി കഴിഞ്ഞു, അടുത്ത വിലാപയാത്രയിലേക്കുള്ള ആ ഒരുക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്കും ആ വിലാപയാത്രയിൽ ഒരുമിച്ച് ചേരാം, അച്ഛനോട് പ്രാർത്ഥിക്കാം, അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.